ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് PSCക്ക് ചോദിക്കുന്ന ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ഈ ചാനലിനകത്ത് ഒരു ഇംഗ്ലീഷ് ടോപ്പിക്സ് ബേസ് ചെയ്ത് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങളെന്തായാലും കണ്ടു നോക്കിയിട്ട് വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സാണ്. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറയാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ പറയാൻ ഉള്ളതെങ്കിലും അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ, അതായത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ അതും കമൻറ്റ് ചെയ്യുക. വേണ്ടെന്നുണ്ടെങ്കിലാണെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹീ ഡൈഡ് ഡാഷ് കോളറ. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നൊരു ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓഫ്, അറ്റ്, ബൈ, വിത്ത്. ഇതിലേതാണ് ആൻസർ? ഏത് പ്രൊപ്പോസിഷനായിരിക്കും അവിടെ വരുന്നത്? ഹീ ഡൈഡ് ഡാഷ് കോളറ ഏതായിരിക്കും? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓഫ്. എന്തുകൊണ്ടാണ് ഓഫ് വന്നത്? നമ്മളൊരു രോഗം കാരണമാണ് ഒരാൾ മരിച്ചതെങ്കിൽ ഡൈഡിനൊപ്പം നമ്മൾ ഓഫ് എന്ന പ്രൊപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മറന്നു വരുത്. നമ്മളൊരു രോഗം, അതായത് ക്യാൻസർ അല്ലെങ്കിൽ കോളറ, അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ കാരണമാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ ആ സെൻറ്റൻസിൽ ആ ഡൈഡിനൊപ്പം ഓഫ് എന്ന പ്രൊപ്പോസിഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് മറന്നു വരുത്. അപ്പോൾ ഇവിടെ ആൻസർ ഓഫ്, ഹീ ഡൈഡ് ഓഫ് കോളറ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നൈദർ ഓഫ് അസ് ഡാഷ് ടു ബി ടോൾഡ് വാട്ട് ടു ഡു. ഇപ്പോൾ ഇവിടെ ഈ ഡാഷിൻ്റെ അവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻസ് ലൈക്സ്, ലൈക്ക്, ലൈക്ക്ഡ്, ആർ ലൈക്ക്. ഏതായിരിക്കും ആൻസർ? നൈദർ ഓഫ് അസ് ഡാഷ് ടു ബി ടോൾഡ് വാട്ട് ടു ഡു. കിട്ടിയോ? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് കോൺകോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആദ്യം പറയാം. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ലൈക്സ് ആണ് ആൻസർ, ലൈക്സ്. അപ്പോൾ ആ ലൈക്സ് എങ്ങനെയാണ് വന്നത്? ഈ നൈദർ ഓഫ് ഒക്കെ വരുമ്പോൾ, ഈ നൈദർ ഓഫ്, എയ്ദർ ഓഫ്, ഈച്ച് ഓഫ് ഇതൊക്കെ വരുമ്പോൾ ഇതിനൊപ്പം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കി നോക്കൂ, നൈദർ ഓഫിന് ശേഷം അസ് വന്നിട്ടുണ്ടല്ലേ, നൈദർ ഓഫ് അസ്. അപ്പോൾ നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗണാണ്, അതുപോലെ സിംഗുലർ വെർബാണ്. ഇവിടെ സിംഗുലർ വെർബ് ഏതാ ഓപ്ഷനിലുള്ളത്? ലൈക്സ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ലൈക്സ് ആണ് ഇവിടെ സിംഗുലർ വെർബ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നൈദർ ഓഫ്, എയ്ദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, അതുപോലെ ദ നമ്പർ ഓഫ്, വൺ ഓഫ്, ഇതിനൊക്കെ ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നൈദർ ഓഫ് അസ് പ്ലൂറൽ നൗണാണ്, അതുപോലെ സിംഗുലർ വെർബ് ലൈക്സ് കേട്ടോ. അപ്പോൾ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഹു ആൾവേസ് തിങ്സ് ഹിംസെൽഫ് ടു ബി ഇൽ. അതായത് ഒരാളെപ്പോഴും തിങ്ക് ചെയ്യുന്നത് എങ്ങനെ? സ്വയം, ഹിംസെൽഫ് ടു ബി ഇൽ, എപ്പോഴും സ്വയമേ ഒരു രോഗകാരിയാണെന്നോ അല്ലെങ്കിൽ സ്വയമേ വയ്യെന്നോ സ്വയം തിങ്ക് ചെയ്യുന്ന ആളിനെ എന്താ പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വാലറ്റ്യൂഡിനേറിയൻ കേട്ടോ. വൺ ഹു ആൾവേസ് തിങ്സ് ഹിംസെൽഫ് ടു ബി ഇൽ, ഒരാൾ സ്വയം അയാൾ വീക്കാണെന്നോ അല്ലെങ്കിൽ വയ്യെന്നോ അങ്ങനെ ചിന്തിക്കുന്ന ആളിനെ എപ്പോഴും സ്വയമേ അയാൾക്ക് വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടെന്ന് ചിന്തിക്കുന്ന ആളിനെ നമ്മൾ വാലറ്റ്യൂഡിനേറിയൻ എന്നാണ് പറയുന്നത് കേട്ടോ. വൺ ഹു ആൾവേസ് തിങ്സ് ഹിംസെൽഫ് ടു ബി ഇൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഷട്ട് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പം ഷട്ട് ദ വിൻഡോ ഈ സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യണം. ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ഡു ഷട്ട് ദ വിൻഡോ, ഓപ്ഷൻ ബി വിൽ ഷട്ട് ദ വിൻഡോ, ഓപ്ഷൻ സി ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്, ഓപ്ഷൻ ഡി ഷട്ട് ദ വിൻഡോ സൂൺ. ഏതായിരിക്കും ആൻസർ? പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ.
ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ലെറ്റ് ദ വിൻഡോ ബി ഷട്ട്. അപ്പോൾ ഈ ഷട്ട് ദ വിൻഡോ എന്ന് പറയുമ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഒക്കെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ആദ്യം യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ലെറ്റ് ആണല്ലേ. ലെറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നത്, റൂൾ വരുന്നത്. അപ്പോൾ ഷട്ട് ദ വിൻഡോ അതിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ലെറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ലെറ്റിൽ ആരംഭിക്കുന്ന ഇവിടെ ഒരു സെൻറ്റൻസേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്? വിൻഡോ ആണല്ലേ. ദ വിൻഡോ അതിനോടൊപ്പം ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് ഷട്ട്. അപ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ഷട്ടാണ് ആൻസർ കേട്ടോ. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും, കാരണം ലെറ്റിൽ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേർഡ്. ഹോളിഡേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേർഡ്. ഓപ്ഷൻ എ സിമ്പിൾ, ഓപ്ഷൻ ബി കോംപ്ലക്സ്, ഓപ്ഷൻ സി കോമ്പൗണ്ട്, ഓപ്ഷൻ ഡി കോമ്പൗണ്ട് കോംപ്ലക്സ്. ഏതാണ് ആൻസർ? ഹോളിഡേ എന്ന വാക്ക് എന്തിന് ഉദാഹരണമാണ്? സിമ്പിൾ വേർഡിനാണോ, കോംപ്ലക്സ് ആണോ, കോമ്പൗണ്ട് വേർഡിനാണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് വേർഡിനാണോ? ഏതാണ് ആൻസർ? കോമ്പൗണ്ട് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, കോമ്പൗണ്ട് കേട്ടോ. അപ്പോൾ ഹോളിഡേ എന്ന വാക്ക് എന്തിന് ഉദാഹരണമാണ്? കോമ്പൗണ്ട് വേർഡിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കോമ്പൗണ്ട് വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? കോമ്പൗണ്ട് വേർഡ് എന്ന് വെച്ചാൽ രണ്ടോ രണ്ടിലധികമോ വേർഡുകൾ ഫോം ചെയ്ത് ഉണ്ടാകുന്നതാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോളിഡേ എന്ന് പറയുമ്പോൾ ഹോളി ഡേ, രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ഹോളിഡേ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഹോളിഡേ എന്ന വാക്ക് കോമ്പൗണ്ട് വേർഡിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫെമിനിൻ ജെൻഡർ ഓഫ് കോൾട്ട് ഈസ് ഓപ്ഷൻ എ ബിച്ച്, ഓപ്ഷൻ ബി ഫില്ലി, ഓപ്ഷൻ സി ഇവ്, ഓപ്ഷൻ ഡി ഡോ. ഏതാണ്? കോൾട്ടിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഫില്ലി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫില്ലി. കോൾട്ടിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഫില്ലി. കോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആൺകുതിരക്കുട്ടി അല്ലേ. ആൺകുതിരക്കുട്ടീനെയാണ് കോൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഫില്ലി പെൺകുതിരക്കുട്ടി കേട്ടോ. കോൾട്ട് ആൺകുതിരക്കുട്ടി, ഫില്ലി പെൺകുതിരക്കുട്ടി. ഇനി ബിച്ച് എന്തിൻ്റെ ഫെമിനിൻ ജെൻഡറാണ്? ബിച്ച് ഡോഗ് ആണ് കേട്ടോ. ഡോഗ് ആൺനായ, അതുപോലെ ബിച്ച് എന്ന് വെച്ചാൽ പെണ്ണായയാണ്. ഡോഗ് ആൺനായ, ബിച്ച് പെണ്ണായ. അതുപോലെ ഇവ്, ഓപ്ഷൻ സി ഇവ് എന്തിൻ്റെ ഫെമിനിൻ ജെൻഡറാണ്? റാം ആണല്ലേ. റാമിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഇവ് എന്ന് പറയുന്നത്. റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണാട്, അതുപോലെ ഇവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണാട് കേട്ടോ. റാം ആണാട് അഥവാ മുട്ടനാട്, ഇവ് എന്ന് വെച്ചാൽ. അപ്പോൾ ഓപ്ഷൻ ഡി ഡോ. അപ്പോൾ എന്തിൻ്റെ ഫെമിനിൻ ജെൻഡറാണ്? ഡോ. ബക്കാണല്ലേ. ബക്കിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ഡോ. ബക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആൺമാൻ അല്ലേ. മാൻപേട എന്നൊക്കെ പറയും, ആൺമാൻ. അതുപോലെ ഡോ പെൺമാൻ. മാനിൻ്റെ ആണിനെ ബക്കെന്നും പെണ്ണിനെ ഡോ എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, ഡോഗ് ബിച്ച്, കോൾട്ട് ഫില്ലി, റാം ഇവ്, ബക്ക് ഡോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോ സൂണർ ഹാഡ് ഷീ ഹിയർഡ് ദ സാഡ് ന്യൂസ് ഡാഷ് ഷീ ബസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷനായി പോകും. പക്ഷേ ഒന്നുമില്ല, വെറും സിമ്പിളാണ്. കാരണം ഇത് കൊറിലേറ്റീവ് കൺജങ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. അതായത് കുറേ വാക്കുകളുണ്ട്. എയ്തർ ഓർ, നൈദർ നോർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഹാർഡ്ലി വെൻ, സ്കാഴ്സ്ലി വെൻ, നോ സൂണർ ദാൻ, അങ്ങനെ പറയുന്ന കുറേ വാക്കുകൾ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പം നോ സൂണറിൻ്റെ കൂടെ വരുന്ന വാക്ക് ദാൻ ആണ് കേട്ടോ. ദാൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ദാൻ. അത് ഒരുപാട് വാക്കുകളുണ്ട്. നൈദർ നോർ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഹാർഡ്ലി വെൻ. ഇപ്പോൾ കൊറിലേറ്റീവ് കൺജങ്ഷനിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ നോ സൂണറിൻ്റെ കൂടെ വരുന്ന വാക്കെന്ന് പറയുന്നത് ദാൻ ആണ് കേട്ടോ. നോ സൂണർ ഹാഡ് ഷീ ഹിയർഡ് ദ സാഡ് ന്യൂസ് ദാൻ ഷീ ബസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. അതാണ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ഹി ഹാഡ് വോൺ ദ റൈസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ.
അപ്പോൾ ഇത് ഇഫ് ക്ലോസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇഫ് ഹി ഹാഡ് വോൺ ദ റൈസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ. ഓപ്ഷൻ എ വുഡ് ഹാവ് ബീൻ, ഓപ്ഷൻ ബി വിൽ ബി, ഓപ്ഷൻ സി വുഡ്, ഓപ്ഷൻ ഡി വുഡ് ഹാവ്. അപ്പോൾ ഇഫ് ക്ലോസിൽ എന്താ പറയുന്നത്? ഇഫ് ക്ലോസിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഹാഡ് വോണാണല്ലേ വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഇഫ് വെച്ചിട്ടുള്ള ഈ സെൻറ്റൻസിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നും അതുപോലെ ഹി ഡാഷ് ദ ചാമ്പ്യൻ എന്ന ആ സെൻറ്റൻസിനെ മെയിൻ ക്ലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സബോർഡിനേറ്റ് ക്ലോസിൽ വന്നിരിക്കുന്നത് ഹാഡ് വോണാണ്, അതായത് ഹാഡ് പ്ലസ് V3. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് V3 അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ ഓപ്ഷനിലുള്ള ഏതാണ്? വുഡ് ഹാവ് പ്ലസ് V3 ഉള്ള ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, വുഡ് ഹാവ് ബീൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ ഇഫ് വെച്ചിട്ടുള്ള ആ സെൻറ്റൻസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. അതുപോലെ മറ്റേ ഹി ഡാഷ് ദ ചാമ്പ്യൻ എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3, ഹാഡ് വോൺ വന്നിട്ടുണ്ട്, ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് V3 വരും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ വുഡ് ഹാവ് ബീനാണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഇഡിയം ബറി ദ ഹാച്ചറ്റ്. ദ ഇഡിയം ബറി ദ ഹാച്ചറ്റ്. ബറി ദ ഹാച്ചറ്റ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ദ ഇഡിയം ബറി ദ ഹാച്ചറ്റ്. അപ്പോൾ ഈ ബറി ദ ഹാച്ചറ്റ് എന്നതിൻ്റെ അർത്ഥം വഴക്കിന് വിരാമമിടുക, അഥവാ വഴക്ക് തീർത്ത് വീണ്ടും സുഹൃത്തുക്കളാവുക എന്നതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. വഴക്കിന് വിരാമമിടുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റോപ്പ് എൻമിറ്റിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്റ്റോപ്പ് എൻമിറ്റി. ഇപ്പോൾ വഴക്കിന് വിരാമമിടുക എന്നതാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഒബ്ലിവിയൻ ഈസ്. ഇപ്പോൾ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത്. ഒബ്ലിവിയൻ്റെ അർത്ഥം എന്താണ്? മറവിയാണ് കേട്ടോ, മറവി. ഒബ്ലിവിയൻ്റെ മലയാളം അർത്ഥം മറവി. അപ്പോൾ ഇതിൽ ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണോ ബി ആണോ? ബി ആണല്ലേ, ഓപ്ഷൻ ബി ആണ് ആൻസർ, മെമ്മറി. അപ്പോൾ ഒബ്ലിവിയൻ്റെ അർത്ഥം മറവി, അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? മെമ്മറി. ഓപ്ഷൻ ബി മെമ്മറിയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചായിട്ടാണെങ്കിലും ഇനി അഥവാ ഈ വീഡിയോ കൂടുതൽ ഇതുപോലത്തെ വീഡിയോ വേണം എന്നാണെങ്കിലും വേണ്ട എന്നാണെങ്കിലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുടർന്നും നമ്മൾ വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.